ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഉഴുന്നുവടയാണ്. ഒരു ഗ്ലാസ് അരി ഒരു ഗ്ലാസ് ഉഴുന്ന് തലേന്ന് രാത്രി വെള്ളത്തിലിട്ട് ഒരു 10 മണിക്കൂർ കുതിർന്നതാണ്. അത് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് അല്പം മാത്രം വെള്ളം ഒഴിച്ചിട്ട് നന്നായി പേസ്റ്റായി അരച്ചെടുക്കണം. അതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ്, അതിലേക്ക് പാകത്തിന് വേണ്ട ഉപ്പ്, കുറച്ച് മുളക് പൊടി, പിന്നെ കുറച്ച് സവാള അരിഞ്ഞത്, കുറച്ച് ഇഞ്ചി, കുറച്ച് വേപ്പിലയും പച്ചമുളകും. സവാള അരിഞ്ഞത്, ഇഞ്ചി, പച്ചമുളക്, വേപ്പില, കുറച്ച് കുരുമുളക് ചതച്ചെടുത്തത് എല്ലാം കൂടി ചേർത്ത് അതിന് കുറച്ച് അരിപ്പൊടി ആണ് ചേർക്കേണ്ടത്. അത് ക്രിസ്പിയായി കിട്ടാനായിട്ട് അരിപ്പൊടിയാണ് നല്ലത്. എൻ്റെ അടുത്ത് അരിപ്പൊടി ഉണ്ടായിരുന്നില്ല, ഞാൻ കുറച്ച് കോൺഫ്ലവറിൻ്റെ പൊടിയാണ് ചേർത്തത്. എന്നിട്ട് കട്ടിയുള്ള ചീനച്ചട്ടി വെച്ച് വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ അതിൽ ഒരു വാഴയുടെ ഇല, വെള്ളം നനച്ചിട്ടുള്ള ഇലയിൽ കുറച്ച് വെളിച്ചെണ്ണ പുരട്ടിയിട്ട് വേണം, നനഞ്ഞ കൈ കൊണ്ട് ഉഴുന്നെടുത്ത് ഉരുട്ടിയിട്ട് ഈ ഇലയിൽ വെച്ച് നടുക്ക് റൗണ്ട് തുളച്ചിട്ട് വേണം വെളിച്ചെണ്ണയിലിടാൻ. അപ്പോൾ നല്ല ഷേപ്പായിട്ട് കിട്ടും. അത് തിരിച്ചും മറിച്ചിട്ടിട്ട് പാകത്തിന് മൂപ്പിച്ചെടുക്കണം. അത് വെന്തുണ്ടോ നോക്കാനായിട്ട് കമ്പി കൊണ്ട് ഒന്ന് കുത്തി നോക്കാം. അപ്പോൾ കൈമ ഒട്ടി പിടിക്കണില്ല, കമ്പിമ ഒട്ടി പിടിക്കണില്ല വെച്ചെങ്കിൽ അത് ഉള്ളിൽ വെന്തുണ്ടാവും. എന്തായാലും ചെറിയ തീയിൽ മീഡിയത്തിലിട്ടിട്ട് വേവിച്ചെടുക്കാം. ഇത് ഏകദേശം പാകമായിട്ടുണ്ട്. അത് ഒന്നും കൂടി കളർ വന്നു കഴിഞ്ഞാൽ അത് എടുക്കാം. അത് അരിപ്പ കയ്യിൽ കൊണ്ട് കോരിയെടുത്ത് വയ്ക്കാം. പിന്നീട് വേറെ രീതിയിലും കൂടി ഉണ്ടാക്കാം. നമ്മൾ കൈ കൊണ്ട് വെള്ളത്തിൽ നനച്ച കൈ കൊണ്ടെടുത്തിട്ട് ഒരു ഉരുളയാക്കിയിട്ട് ആ കൈ കൊണ്ട് മറ്റേ വിരൽ കൊണ്ട് കുഴച്ചിട്ട് അതും അങ്ങനെ ഇടാം. അങ്ങനെ നേരെ വെളിച്ചെണ്ണയിലേക്ക് ഇടാം. ആ രീതിയിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇത് വെന്തുണ്ട്. ഈ വട വെന്ത് മൂപ്പ് പാകമായിട്ടുണ്ട്. അപ്പം അത് ഒന്നും കൂടി മറിച്ചിട്ടിട്ട് തിരിച്ചെടുക്കാം. അത് എടുത്ത് മാറ്റി എണ്ണ പോകുന്ന ഒരു അരിപ്പ പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കാം. പിന്നീട് ഇതുപോലെ നനഞ്ഞ കയ്യിൽ ഒരു ഉരുളയാക്കി എടുത്തിട്ട് കൈ കൊണ്ട് തുളച്ചിട്ട് ഇതിലേക്ക് ഇടാം. ഈ രീതിയിലും ചെയ്യാവുന്നതാണ്. അതൊക്കെ കുറച്ചും കൂടി എക്സ്പെർട്ടായിട്ടുള്ളവർക്കൊക്കെ ഇനി പറ്റുള്ളൂ. നമ്മൾ നിത്യ പരിചയത്തിൽ അങ്ങനെ തുളച്ച് ഇടാൻ പറ്റും. ഞാനിങ്ങനെ ഇലയിലാക്കിയിട്ടാണ് ഞാൻ ചെയ്യാറ്. ഈ രീതിയിലും ചെയ്യാവുന്നത് കാണിച്ചതാണ്. അപ്പം അതും അങ്ങനെ വേവിച്ചെടുക്കാം. രണ്ടുപുറം മറിച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കാം. ഇത് ഏകദേശം മൂപ്പ് പാകമായിട്ടുണ്ട്. കുറച്ചും കൂടി കളറായി കഴിഞ്ഞാൽ അതും എടുത്ത് വയ്ക്കാം. അങ്ങനെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ വീഡിയോയെ സപ്പോർട്ട് ചെയ്യണം. എനിക്ക് വീഡിയോ ലൈക്കും സബ്സ്ക്രൈബൊക്കെ കുറവാണ് കിട്ടുന്നത്. ഒട്ടും നിലവാരമില്ലാത്ത വീഡിയോകൾക്കൊക്കെ കൂടുതൽ സബ്സ്ക്രൈബും ലൈക്കൊക്കെ കണ്ടിട്ടുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എന്നെങ്കിലേ എൻ്റെ വീഡിയോയ്ക്ക് ഉയർച്ച ഉണ്ടാവുകയുള്ളൂ. ഞാൻ തുടങ്ങിയിട്ട് അധികം കാലമായിട്ടില്ല. കുറച്ച് നാളെ വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് 2 വർഷം മുമ്പ് വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിലും കൂടി ഓപ്പറേഷനും 2 മുട്ടിൻ്റെയും സർജറിക്കായിരുന്നു. അതിൻ്റെ ശേഷം വീഡിയോ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്.